വെൽക്കം ബാക്ക് ടു മൂവിങ് പോസ്റ്റ്കാർഡ്സ്. ഇന്ന് വിൽ ട്രൈ ഡൂയിങ് ദീസ് ക്യൂട്ട് ലിറ്റിൽ ഫ്ലവേഴ്സ്. അതും ജസ്റ്റ് 10 റുപ്പീസ് മാത്രം മതി. ലൈഫ് ഇസ് സോ അൺപ്രെഡിക്റ്റബിൾ അല്ലേ. അടുത്ത നിമിഷം എന്താ ഉണ്ടാവുകയെന്ന് നമുക്കൊന്നും അറിയില്ല. എന്തായാലും ദൈവം സഹായിച്ച് നമ്മളെല്ലാവരും സേഫാണ്. ഗവൺമെൻറ് റൂൾസൊക്കെ അനുസരിച്ച് സൈറനൊക്കെ അടിക്കുമ്പോൾ പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കാം. അപ്പോൾ ഇന്ന് ഏറ്റവും ഈസി ആയിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും നമുക്കൊരു ഡെക്കോർ ചെയ്യാം. അതിന് ആക്ച്വലി ഒത്തിരി സാധനമൊന്നും ആവശ്യമില്ല. നല്ല ഉണങ്ങിയ ബ്രാഞ്ചസ് ഉണ്ടല്ലോ, അത് കുറച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് പല രീതിയിൽ ഇന്ന് സ്റ്റൈൽ ചെയ്യാം. സ്പ്രിംഗ് ഡെക്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണിത്. അല്ലാതെ തന്നെ നമുക്ക് ആ ഫ്ലവേഴ്സ് വെക്കുന്നത് മോസ്റ്റ്ലി റൗണ്ട് ഇയർ നമുക്ക് യൂസ് ചെയ്യാം. അത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള കളേഴ്സ് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ചൂസ് ചെയ്താൽ മതി. ഈ സീസൺസ് പുറത്ത് മാറുന്ന അനുസരിച്ച് നമുക്ക് വീട്ടിൻ്റെ അകത്തും അത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇന്നത്തെ ഈ DIYക്ക് നമുക്ക് വേണ്ടത് ക്യാൻഡിലാണ്. ക്യാൻഡിൽ നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് ആ വാക്സ് വെച്ചിട്ട് ക്യാൻഡിൽ വാക്സ് വെച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കണം. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ക്യാൻഡിൽ വാക്സ് മെൽറ്റ് ചെയ്യാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നല്ല ഐസ് വാട്ടർ വേണം, നല്ല ഐസ് വാട്ടർ വേണം. ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയൊന്നും പുറത്ത് പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെള്ളമായിട്ട് വെച്ചിട്ടാണ് ഞാൻ ഫ്രീസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ എടുത്തപ്പം ഈ ഒരു ഷെയ്ഡ് വന്നു. പക്ഷേ ഇറ്റ്സ് സ്റ്റിൽ വൈറ്റ്. നമുക്ക് അത്രയും പിങ്കിഷ് ഷെയ്ഡ് കിട്ടത്തില്ല. അതിന് നമുക്ക് കളറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിൽ ഇപ്പം ഈ സെയിം തിങ് നമ്മൾ പിങ്ക് കളറിൽ ചെയ്യുമ്പോൾ നമുക്ക് ചെറി ബ്ലോസംസിൻ്റെ ഫ്ലവറിൽ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് പിങ്ക് കളർ ക്യാൻഡിൽസ് മെൽറ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ കളർ കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരുന്നത് വൈറ്റ് ക്യാൻഡിലാണ്. അപ്പോൾ വൈറ്റ് ക്യാൻഡിൽ മെൽറ്റ് ചെയ്തു. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഐസ് വാട്ടറും പിന്നെ ഒരു ഹാൻഡ് ക്രീമും, ഈ 3 കാര്യങ്ങളാണ് നമുക്കിത് ചെയ്യാൻ ആവശ്യമുള്ളത്. 3 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് നമ്മൾ കയ്യിൽ ഫിംഗേഴ്സിൽ 3 നമ്മുടെ തമ്പും പോയിൻറ്റിംഗ് ഫിംഗറും മിഡിൽ ഫിംഗറും കൂടെ, ഈ 3 ഫിംഗേഴ്സാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കുക. അത് കഴിഞ്ഞിട്ട് ഐസ് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ വാക്സിലേക്ക് അതേ പൊസിഷനിൽ നമ്മൾ വാക്സിൽ ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്ത് ഉടനെ തന്നെ എടുക്കുക. നമുക്കറിയാൻ പറ്റും ഒരു ട്രാൻസ്പെറൻറ്റ് ഇതായിട്ട് തന്നെ ആയിരിക്കും നമ്മുടെ കയ്യിൽ വരുന്നത്. അങ്ങനെ എടുത്ത് ആ ബ്രാഞ്ചിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ ഈസി അല്ലേ, സിമ്പിൾ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണിത്. ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ കോവിഡ് സമയത്തൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഹോപ്പ്ഫുള്ളി നിങ്ങളും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കൂ. നന്നായിട്ടിരിക്കും. നല്ലൊരു ഈസ്തറ്റിക് ഫീൽ ഇതിന് കൊണ്ടുവരാൻ പറ്റും. വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ലൈറ്റ് ഉണ്ടായിരുന്നു, പിന്നെ പെട്ടെന്ന് അങ്ങ് ഇരുട്ടായി. അതാണ് ക്ലാരിറ്റി ചിലപ്പോൾ വീഡിയോയിൽ കുറവായിരിക്കും. പക്ഷേ ഐ ഹോപ്പ് യു ഗൈസ് ഡോണ്ട് മൈൻഡ് ദാറ്റ്. ഫിംഗേഴ്സ് വിട്ടു പോവാതെ തന്നെ പ്രസ് ചെയ്യാൻ നോക്കുക. ആ പൊസിഷനിൽ തന്നെ നമ്മളൊന്ന് വെച്ചാൽ മാത്രം മതി. ഇപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് പിന്നെയും ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഓരോ തവണയും നിങ്ങൾ ഹാൻഡ് ക്രീം ചെയ്യണമെന്നില്ല. ആദ്യം എടുക്കുന്നത് ഒരു 3 to 4 ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത് നിങ്ങൾക്ക് ബ്രേക്ക് ആവുന്നു എന്ന് കണ്ടാൽ കുറച്ച് ഹാൻഡ് ക്രീം എടുത്തിട്ട് ഐസ് വാട്ടർ ഡിപ്പ് ചെയ്യുക, വാക്സിൽ ഡിപ്പ് ചെയ്യുക, ബ്രാഞ്ചിലേക്ക് പിൻ ചെയ്യുക. ഇതാണ് പ്രോസസ്സ്. ഇതിൽ ഫുഡ് കളർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ വാക്സിൻ്റെ കളേർഡ് ക്യാൻഡിലിൻ്റെ വാക്സ് തന്നെ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റും DIYസും ഹോം ഓർഗനൈസേഷൻ പിന്നെ ട്രാവൽ കണ്ടൻറ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഐ വിൽ ട്രൈ ഇംപ്രൂവിങ് ദ വീഡിയോ ക്വാളിറ്റി ആൻഡ് എവറിത്തിങ്. പതുക്കെ ചെയ്യാമെന്ന് വിചാരിക്കണോ. അപ്പോൾ ഇത് ഡു ലെറ്റ് മീ നോ. ഇപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും പറയണം, ട്രൈ ചെയ്യുമെങ്കിലും പറയണം. ആക്ച്വലി ഈ വീഡിയോ ആരെങ്കിലും കാണുമോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ മേ ബി
എനിക്കറിയില്ല 35 ഇയേഴ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊക്കെ ചെയ്യാൻ തോന്നുന്നതാണോ ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ആരെങ്കിലും ആ കാറ്റഗറിയിൽ പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിലും ഡു കമൻറ്റ് ബിലോ. ഇതിൻ്റെ ഫോട്ടോസ് സൈഡിൽ അറ്റാച്ച് ചെയ്യാം എങ്ങനെ ഇരിക്കും എന്നൊക്കെ. കാരണം ഒട്ടും ലൈറ്റ് ഇല്ല എന്ന് എനിക്ക് വീഡിയോ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് തന്നെ. അപ്പം ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒരു ടേബിൾ ഇത് മാത്രം വെച്ചാലും ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. പിന്നെ ഒന്നുകിൽ നമുക്ക് ഈ ബ്രാഞ്ചിൽ മാത്രമായിട്ട് ഈസ്റ്റർ എഗ്സ് ആഡ് ചെയ്യാം, ഈ ഫ്ലവർ ഇല്ലാതെ. ഈസ്റ്റർ തീമിന് കൊണ്ടുവരാനാണെങ്കിൽ ഈ സെൻറ്റർ ടേബിളിൽ നമുക്ക് ഈസ്റ്റർ എഗ്സും കൂടെ ഈ ബ്രാഞ്ചസിൽ ആഡ് ചെയ്യാം. നോട്ട് ടു മച്ച്, ഒരു 3-4 മതി. ഞാൻ ഇതിനകത്ത് കുറേ ആഡ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒത്തിരി ആഡ് ചെയ്യണം എന്നില്ല, അത് ഒത്തിരി ക്രൗഡഡ് ആയി പോവും. അപ്പോൾ ഈസ്റ്ററിന് നമുക്കിങ്ങനെ ഈ ഹാങ്ങിങ് വുഡൻ എഗ്സ് 2-3 ഒക്കെ ആയിട്ട് ആഡ് ചെയ്യാം. ഫ്ലവേഴ്സ് കൂടുതലുണ്ടെങ്കിൽ എഗ്സ് കുറവായിരിക്കണം, എഗ്സ് കൂടുതലാണെങ്കിൽ ഫ്ലവേഴ്സ് കുറവായിരിക്കണം, അങ്ങനെ ബാലൻസ് ഔട്ട് ചെയ്യണം. അപ്പം ഇതിൽ ഫ്ലവേഴ്സ് കൂടുതലായതുകൊണ്ട് കുറച്ച് എഗ്സ് മതി, 2 or 3 മാക്സിമം 4 മതി. ഞാൻ ജസ്റ്റ് വീഡിയോയുടെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഹാങ് ചെയ്ത് കാണിക്കുന്നത്. വുഡൻ ഇങ്ങനത്തെ ഹാങ്ങിങ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഈ ബ്രാഞ്ചിൽ മാത്രമായിട്ട് നമുക്ക് നമ്മുടെ മുട്ട ഉണ്ടാക്കുമ്പോൾ അത് ഷെല്ല് മാത്രം ഒന്ന് എടുത്ത് വാഷ് ചെയ്ത് ഇച്ചിരി സോപ്പി വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാം, സൺ ഡ്രൈ ചെയ്തിട്ട് അത് യൂസ് ചെയ്യാം. അതിൽ വേണമെങ്കിൽ കളർ ചെയ്യാം, പിള്ളേർക്ക് കളർ ചെയ്യാം, ഫേവറേറ്റ് കളേഴ്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ബ്രാഞ്ചസിൻ്റെ പുറത്ത് വയ്ക്കാവുന്നതാണ്. എനിക്കിങ്ങനെ സീസണലായിട്ട് വീട് ഡെക്കറേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ദാറ്റ് ടു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എപ്പോഴും ട്രൈ ചെയ്യും എന്തൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇനിയും കുറേ ഈസ്റ്റർ ഡെക്കോർ ഐഡിയാസ് ഉണ്ട്. നിങ്ങളും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതെ, hope you all like this video. See you again with yet another video in Friend Moving Postcards. Take care and stay safe.